ആമസോണിൻ്റെയോ ഫ്ലിപ്കാർട്ടിൻ്റെയോ ആക്ടിവിറ്റീസ് ഒന്നും നടന്നിട്ടില്ല. ആ ദിവസം അവർക്ക് കോടികളുടെ നഷ്ടമാണ്. പിന്നെ ഞാൻ തന്നെ ഈ സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് ഭയപ്പെട്ടത്. എല്ലാത്തിനും ഒരു പാസ്വേഡ് ആയിരിക്കും. ഇമെയിൽ ഐ ഡിക്ക് ഒരു പാസ്വേഡ് ആയിരിക്കും. കോർപ്പറേറ്റിൽ നമ്മുടെ ഓഫീസ് ലോഗിൻ്റെ ഒരു പാസ്വേഡ് ആയിരിക്കും. ഇപ്പോഴും ഓൺലൈനിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പൊതുവെ സാധാരണക്കാർക്കിടയിലും സംരംഭകർക്കിടയിലും ഒക്കെ ധാരാളം സംശയങ്ങളും ആശങ്കകളും ഉയർന്നു വന്നാണ് സൈബർ സെക്യൂരിറ്റി. ഈ കാര്യത്തിൽ നമുക്കുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാൻ ഈ മേഖലയിലെ വിദഗ്ധനായ മിസ്റ്റർ നന്ദഗോപാൽ നമ്മളോടൊപ്പമുണ്ട്. ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് നന്ദഗോപാൽ. ഞാൻ ഹീസൺ ഡിജിറ്റൽ അതുപോലെ തന്നെ ഹീസൺ സൈബർ സെക്യൂരിറ്റി കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. എനിക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് എന്താണ് ഈ സൈബർ സെക്യൂരിറ്റിയും ഹാക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ഹാക്കിംഗ് ആക്ച്വലി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സൈബർ ക്രൈമിനെ മെൻഷൻ ചെയ്യാനുള്ളതാണ്. കാരണം നമ്മുടെ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അകത്തേക്ക് ഒരാൾ ഇൻക്ലൂഡ് ചെയ്ത് കയറുന്നു. ആ കയറുന്ന പ്രോഗ്രാമാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ആ ചെയ്യുന്ന സൈബർ ക്രിമിനലാണ് ഹാക്കർ എന്ന് പറയുന്നത്. സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ടെക്നിക്കലായിട്ട് ചെയ്തു വയ്ക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഒരാൾ ഹാക്ക് ചെയ്ത് ഇതിൻ്റെ അകത്ത് കയറാതിരിക്കാൻ, ഒരു ഡീറ്റെയിൽ സ്പേസിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില പ്രിക്വേഷൻസ് ആണ്. അതൊരു ഫ്രെയിം വർക്കായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സാധാരണ ആളുകൾ പറയാറുള്ളൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ ബിസിനസ് തന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും മറച്ചു വയ്ക്കാനില്ല. പിന്നെ ഞാൻ തന്നെ ഈ സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് ഭയപ്പെട്ടത്. ഓക്കെ, അത് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. അത് ഭയങ്കര ഒരു മിസ്കൺസെപ്ഷനാണ്. നമുക്കൊന്നും ഒളിക്കാനില്ലെങ്കിൽ നമുക്കത് പൂട്ടി വയ്ക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും വീട് വിട്ട് പുറത്ത് പോകുന്ന ആൾക്കാരാണ്. വീട് വിട്ട് പോകുമ്പോൾ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടായിട്ടല്ല നമ്മൾ വീട് പൂട്ടി പോകുന്നത്. നമ്മുടെ വീടിനകത്തുള്ള സാധനങ്ങളെ വാല്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അതേ സെയിം കൺസെപ്റ്റാണ് സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും. നമ്മുടെ ഡേറ്റാസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അറ്റാക്കർക്കേ അറിയുള്ളൂ. കാരണം നമ്മുടെ ഡേറ്റ ഇന്ന് അവർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്നില്ല ഡാർക്ക് വെബിൽ അത് ഇട്ടിട്ടും അവർക്കത് വിറ്റ് കാശുണ്ടാക്കാം. അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ഹയർ ലെവൽ അതോറിറ്റിയിലേക്ക് ഒരു ഓപ്പണിംഗ് ആയിട്ട് നമ്മുടെ ഡേറ്റാസ് അവർക്ക് യൂസ് ചെയ്യാം. നമ്മുടെ പാസ്വേഡ് ആയാലും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയാലും നമ്മുടെ ID പ്രൂഫ്സ് ആയാലും ഇതൊക്കെ എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം തന്നെയാണ് ഹാക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കത് കൺസേൺ അല്ല. സോ അത് തന്നെയാണ് നമുക്ക് എന്തില്ലെങ്കിലും നമ്മുടെ ബിസിനസ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ബാക്ക് ബോൺ എങ്കിൽ നമുക്ക് സൈബർ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ പിന്നീടേ നമുക്കതിൻ്റെ വില അറിയുള്ളൂ എന്നാണ് അതിൻ്റെ സത്യം. എന്താണ് ഈ റാൻസം വെയർ? സാധാരണ ചെറുകിട ബിസിനസ്സുകാർക്കൊന്നും നമുക്ക് വലിയ ധാരണയില്ല. റാൻസം വെയർ ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡേറ്റാസിനെ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയർ ആണ് റാൻസം വെയർ എന്ന് പറയുന്നത്. സോ വൺസ് റാൻസം വെയർ നമ്മളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ഡേറ്റാസും അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ലോക്ക്ഡ് ആയിപ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ കിഡ്നാപ്പ് ചെയ്ത് നമ്മുടെ വീട്ടിലൊരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുക എന്ന് വിചാരിച്ചു. അതാണ്, നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല, നമ്മളൊന്നും അടിച്ചു പറ്റിയിട്ടില്ല. പക്ഷെ നമ്മളെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ റൂമിൻ്റെ അകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. നമ്മൾ അയാൾക്ക് കാശ് കൊടുത്താൽ മാത്രമേ നമ്മളെ തുറന്നു വിടുള്ളൂ. ആ സെയിം കൺസെപ്റ്റാണ് റാൻസം വെയറിലേക്ക് വരും. നമ്മുടെ ഫയൽസ് അവർ ലോക്ക് ചെയ്ത് വയ്ക്കും, നമ്മളോട് റാൻസം എമൗണ്ട് ചോദിക്കും. അതൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അത് എന്താണെന്ന് അവർക്ക് അപ്പോൾ തോന്നുന്നത് ചോദിക്കാം. അപ്പോൾ അത് കൊടുത്താലേ നമുക്കത് റിക്കവർ ചെയ്യാനുള്ള കീ അവർ തരുള്ളൂ, അല്ലെങ്കിൽ അവരത് റിക്കവർ ചെയ്ത് തരും. അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് വേറൊരു ഇത് ചെയ്യാൻ അറിയുന്ന, ഇത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത് പോകുന്നതും നമുക്ക് ഹെവിലി കോസ്റ്റ്ലിയാണ്. കാരണം നമ്മൾ അയാൾ ചോദിക്കുന്ന കാശ് കൊടുത്ത് തന്നെ ചെയ്യിക്കേണ്ടി വരും. സോ അതാണ് റാൻസം വെയർ. ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ്. നമ്മളെ ഹോസ്റ്റേജാക്കി വെക്കാൻ പറ്റുന്നൊരു സാധനമാണ്. നമ്മൾ തടഞ്ഞു ഭീഷണിപ്പെട്ട് പണി. യെസ്, അതിപ്പോൾ നമ്മളൊരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ആ ഡേറ്റ ആവശ്യമുണ്ടാവും. അപ്പം അത് ഒരു ദിവസം നമ്മുടെ വർക്ക് നടന്നില്ല, 1 to 2 days നമ്മുടെ വർക്ക് നടന്നില്ല, ആ ഡേറ്റ എൻക്രിപ്റ്റഡ് അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും, നമ്മുടെ ട്രസ്റ്റിനെ ബാധിക്കും, നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. സോ ആൾക്കാർ അതിലേക്ക് പോയില്ല. അപ്പം തന്നെ പെട്ടെന്നത് അവർക്കുള്ള കാശ് കൊടുത്തത് തിരിച്ചെടുക്കാനേ ആലോചിക്കൂ. സോ ഇതാണ് റാൻസം വെയറിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പൊതുവേ ഒരു വിശ്വാസമുണ്ട്, ഒരു ധാരണയുണ്ട്. ഈ സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ നമ്മുടെ കമ്പനിയുടെ തുടക്കകാലത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ അതുപോലെയുള്ള രീതിയിൽ മാത്രം ചെയ്തു വെക്കേണ്ട ചില കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് എന്താ പറയുക? അപ്പോൾ എല്ലാവരുടെയും അതൊരു ആലോചിക്കുന്നതാണ്. ഒരു കമ്പനി തുടങ്ങുന്നു, നമ്മളൊരു നെറ്റ്വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ആപ്പ് ബിൽഡ് ചെയ്യുന്നു. ആ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു വൺ ടൈം ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ഈ കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ വൺ ടൈം ആക്ടിവിറ്റി ആയിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് സൈബർ സെക്യൂരിറ്റി അസസ്മെൻറ്റ്സ് എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല ശരിക്കും. ഇത് നമ്മൾ ഈ ടാക്സ് ഫയൽ ചെയ്യുന്ന പോലെ, നമ്മുടെ ഫിനാൻഷ്യൽ ഓഡിറ്റ് വർഷത്തിലൊരിക്കൽ ചെയ്യുന്നത് പോലെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കണ്ടിന്യൂസ് ആണ്. നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും റീഅസസ്മെൻറ്റ്സ് ചെയ്ത് നമ്മുടെ സെക്യൂരിറ്റി പോളിസീസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം നമുക്കറിയാം ഓരോ ദിവസവും ടെക്നോളജി മാറുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 കൊല്ലം മുമ്പ് നമ്മളൊരാളോട് വന്നിട്ട് നിങ്ങൾ ഡേ ടു ഡേ ചെയ്യുന്ന ആക്ടിവിറ്റീസ് വീഡിയോയിൽ പകർത്തി യൂട്യൂബിൽ ഇട്ടാൽ നിങ്ങൾക്ക് കാശുണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും, അവർ നമ്മൾ വട്ടനാന്ന് വിചാരിക്കും. പക്ഷേ ഇന്ന് അത് നടക്കുന്നുണ്ട്. സോ അതുപോലെയാണ് ഓരോ
ഓരോ മാസവും ഓരോ ദിവസത്തെ കണക്കിന് ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ഹാക്കേഴ്സിൻ്റെ കാര്യം. ഹാക്ക് ചെയ്ത് കയറാനുള്ള ടെക്നോളജി അതനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളതനുസരിച്ച് നമ്മുടെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ അസസ്മെൻറ്റ് റെഗുലറായിട്ട് ചെയ്യണം. നമ്മുടെ നെറ്റ്വർക്ക് ആണല്ലോ അസസ്മെൻറ്റ് ചെയ്യണം. നമ്മുടെ സെക്യൂരിറ്റി പോളിസീസ് അതനുസരിച്ച് നമ്മൾ റീവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ആജീവനാന്ത ഇത് സെക്യൂർ ആണ്. ഈവൻ ഓഡിറ്റ് ചെയ്താൽ പോലും നമ്മൾ 100% സെക്യൂർ അല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. നമ്മളൊരു 99% എങ്കിലും സെക്യൂർ ആയിട്ട് നമ്മൾ ഒരു വേഴ്സ് സിനാരിയോ മുന്നിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ ആ വേഴ്സ് സിനാരിയോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനൊരു പഴുത് അവിടെ ഉണ്ടാകണം. അതാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേഴ്സ് സിനാരിയോയിലേക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കും. ഈ കോംപ്ലിയൻസ് എന്ന് പറഞ്ഞാൽ കാരണം വെച്ചാൽ നമ്മൾ പൊതുവേ ചെറുകിട സംരംഭങ്ങൾക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഓക്കെ, കംപ്ലൈൻസ് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കുറേ ലോസ് ഉണ്ട്. ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ ലോസ് ഉണ്ട്. ബിസിനസ് ചെയ്യാനായിട്ട് കുറേ ലോസ് ഉണ്ട്. നോർമൽ ലൈഫ് ലീഡ് ചെയ്യാനും നമുക്ക് കുറേ ലോസ് ഉണ്ട്. അതുപോലെ തന്നെ ലേബർ ലോസ് ഉണ്ട്. പിന്നെ നമ്മൾ കേൾക്കാറുണ്ട് ISI മാർക്ക്, 916 ഗോൾഡിൻ്റെ മാർക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത് പോലെ സൈബർ സെക്യൂരിറ്റിയിലെ ഒരു റെഗുലേഷനാണ് കംപ്ലൈൻസ് എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു പോളിസി ഫ്രെയിംവർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ചെയ്യാനുള്ള കുറേ നിബന്ധനകൾ അവിടെയുണ്ട്. ഇങ്ങനെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് വേണം നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ബിൽഡ് ചെയ്യാൻ എന്നുള്ള കുറേ ഇതുണ്ട്. അപ്പം പുറത്ത് സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ ഉണ്ട്. ISO 27001 എന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ്റ് പാർട്ടാണ്. പിന്നെ GDPR ഉണ്ട് പുറം രാജ്യങ്ങളിൽ. HIPAA എന്ന് പറയുന്ന ഒരു കംപ്ലൈൻസ് ഉണ്ട്. സോ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അത്രയും എന്താ പറയുക എക്സ്പാൻഡഡ് ആയിട്ട് നിർബന്ധമായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ കംപ്ലൈൻസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്കാണ്. സോ ഈ ഫ്രെയിംവർക്ക് അനുസരിച്ച് വേണം നമ്മുടെ സൈബർ സെക്യൂരിറ്റി പോളിസീസും നമ്മുടെ സൈബർ സെക്യൂരിറ്റി തീരുമാനങ്ങളും എടുക്കാനായിട്ട്. എന്നാലായിരിക്കും ഒരു യൂണിവേഴ്സലി നമുക്കത് സേഫായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. സാധാരണ ചെറുകിട സംരംഭകർക്ക് ഈ സൈബർ സെക്യൂരിറ്റി വലിയ ചിലവേറിയ ഒരു കാര്യമാണ്. സൈബർ സെക്യൂരിറ്റി നമ്മൾ ചുമ്മാ ഒന്ന് നോക്കുമ്പോഴത്തേക്കും അത് എക്സ്പെൻസീവ് ആണ്. കാരണം അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ ഒരു അറ്റാക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇത് നമ്മളിവിടെ സൈബർ ചെലവ് ചെയ്യണം എന്നുള്ള നമ്മൾ എന്തിന് ചിലവ് ചെയ്യണം, അതൊരു ഡെഡ് മണി ആയി പോവില്ലേ എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ അറ്റാക്ക് വരുന്നൊരു സിനാരിയോയിലേക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റാൻസം വെയർ അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റം കോംപ്രമൈസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2-3 ദിവസം നമ്മൾ വർക്ക് ചെയ്യാതിരിക്കേണ്ടി വരും. ആ 2-3 ദിവസം നമുക്ക് നല്ല രീതിയിൽ ഏറ്റവും മിനിമം 2-3 ദിവസം, ആ 2-3 ദിവസം നമ്മൾ വർക്ക് ചെയ്യാതിരിക്കേണ്ടി വരും. അന്ന് നമുക്കുണ്ടാവുന്നൊരു നഷ്ടമുണ്ട്. അത് ആ ഫിനാൻഷ്യൽ ലോസ് മാത്രമല്ല, ആ 3 ദിവസത്തെ റെപ്യൂട്ടേഷൻ ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ട്രസ്റ്റ് ബിൽഡിംഗ് ഉണ്ടാവും. കംപ്ലൈൻസിൻ്റെ അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് ബിഗ് ബില്യൺ ഡേയും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ. ഇത് രണ്ടും അനൗൺസ് ചെയ്യുന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതിലൊരു ദിവസം ഇതിലൊരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അവർക്ക് സൈബർ അറ്റാക്ക് ഉണ്ടായിട്ട് ആമസോണിൻ്റെയോ ഫ്ലിപ്കാർട്ടിൻ്റെയോ ആക്ടിവിറ്റീസ് ഒന്നും നടന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ആ ദിവസം അവർക്ക് കോടികളുടെ നഷ്ടമാണ്. അത്രയൊന്നും ഇല്ലെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഇത് എഫക്റ്റ് ചെയ്യുന്നത് ചെറുകിട ബിസിനസ്സുകാരാണ്. കാരണം അവർക്ക് എവറി ഡേ ടു ഡേ കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ അവർക്ക് വെൻ കമ്പയറിങ് ടു ദ ഇൻകം അവരുടെ നഷ്ടം വലുതാണ്. വലിയ കമ്പനീസ് സംബന്ധിച്ച് നോക്കുമ്പോൾ 2-3 ദിവസം അവർക്ക് അത് കോപ്പപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ബാക്കിയുള്ളവർക്കത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വലിയ, അതായത് ഇൻകമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വലിയ ലോസാണ്. സോ ആ ലോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈബർ സെക്യൂരിറ്റി ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇടപാടല്ല. കാരണം നമ്മൾ റെഗുലറായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനും കൂടിയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഓഡിയൻസിന് വേണ്ടി സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ടിപ്സ് നിർദ്ദേശിക്കാനുണ്ടോ? ഒന്ന്, എപ്പോഴും ഓൺലൈനിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പം അത് ആവശ്യമുള്ളിടത്ത് മാത്രമേ കൊടുക്കൂ. ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കയറുമ്പം ലോഗിൻ ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഉടനെ അവിടെ നമ്മുടെ നമ്പർ കൊടുക്കും, OTP മേടിക്കും, പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കും. അത്യാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ഈ ഡീറ്റെയിൽസിലേക്ക് പോവുക. പിന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് സൂക്ഷിക്കുക. ചിലപ്പോൾ 1 2 3 4 അങ്ങനെ വളരെ ഈസിലി ഗസ് ചെയ്യാൻ പറ്റുന്ന പാസ്വേഡ്സ് ഇടാതിരിക്കുക. ഇപ്പോൾ നമ്മൾ ഓരോ റീജിയണൽ ലാംഗ്വേജിൽ ഓരോരുത്തർക്കും ഒരു റീജിയണൽ ലാംഗ്വേജ്, അപ്പോൾ റീജിയണൽ ലാംഗ്വേജിലാണ് പാസ്വേഡ് എങ്കിൽ അത് കുറച്ച് പാടായിരിക്കും അറ്റാക്കേഴ്സ് വരുമ്പോൾ ക്രാക്ക് ചെയ്യാൻ. പിന്നെ ഈ ആൽഫബറ്റ്സിന് പുറമെ നമ്മുടെ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് #, ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സോട് യൂസ് ചെയ്ത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്സ് ഇടുക. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് അക്കൗണ്ട്സിന് ഡിഫറെൻറ്റ് പാസ്വേഡ് ഇടുക. ചിലവർക്ക് എല്ലാത്തിനും ഒരു പാസ്വേഡ് ആയിരിക്കും. ഇമെയിൽ ഐഡിക്ക് ഒരു പാസ്വേഡ് ആയിരിക്കും, കോർപ്പറേറ്റിൽ നമ്മുടെ ഓഫീസ് ലോഗിന് ഒരു പാസ്വേഡ് ആയിരിക്കും, നെറ്റ് ബാങ്കിങ്ങിന് സെയിം പാസ്വേഡ് ആയിരിക്കും. സോ അങ്ങനെ പാസ്വേഡ് ആയിരിക്കുക. ഓരോ അക്കൗണ്ടിനും ഓരോ ഡിഫറെൻറ്റ് പാസ്വേഡ്സ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഓൺലൈനിലേക്ക് ഇടുന്നത് നമ്മളൊന്ന് മാക്സിമം കൺട്രോൾ ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിൽ പേരൻസ് കുറച്ച് സെൻസിറ്റീവായ ഒരു കാര്യമാണ്. പേരൻസും പിള്ളേരും ഉണ്ടാവും. അവരുടെ ഡിജിറ്റലായിട്ടുള്ള പ്രസൻസ് ഒന്ന് മോണിറ്റർ ചെയ്യുക. അവർ ഇതുപോലത്തെ അപകടങ്ങളൊന്നും പോയി ചാടുന്നില്ല. അത് ടോക്സിക്
പേരൻറ്റിങ്ങിലേക്ക് ഒന്നും പോകാനല്ല, അത് ഭയങ്കര സെൻസിറ്റീവാണ്. ഞാൻ പറയുമ്പോൾ ആൾക്കാർ അങ്ങനത്തെ ചിന്തകളിലേക്ക് വരും. പക്ഷെ അതും ചെയ്യുക, കാരണം നമ്മുടെ സേഫ്റ്റിയാണ്. നമ്മുടെ ഫോണായിരിക്കും ചിലപ്പോൾ നമ്മുടെ മോള് യൂസ് ചെയ്യുന്നത്. സോ അത് ത്രൂ നമുക്കാണ് ഫാമിലിയിൽ ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ വരാം. കാരണം നമ്മുടെ നെറ്റ് ബാങ്കിങ് അതിനകത്ത് ലോഗിൻ ഉണ്ടാവും, ഗൂഗിൾ പേ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മിസ്റ്റർ നന്ദഗോപാൽ, ഈ രംഗത്ത്, സൈബർ രംഗത്ത് നിങ്ങളുടെ സ്ഥാപനമുണ്ടല്ലോ, നിങ്ങൾ എന്തൊക്കെ സർവീസുകളാണ് ചെയ്യുന്നത്? സോ ഹീസറിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആണ് AI ആണ്. സോ AI സെക്യൂരിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റ് സെക്യൂരിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റെഡ് ടീമിംഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ 3 ഫോക്കസ്ഡ് സർവീസസ് ആണ്. ഇതിന് പുറമെ നോർമൽ VIP സർവീസുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൊബൈലായാലും വെബ് ആയാലും നെറ്റ്വർക്ക് ആയാലും വൈഫൈ ആയാലും ഇതിൻ്റെയൊക്കെ VIP സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ AI വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന AI ഇംപ്ലിമെൻറ്റേഷൻസ് ആണ്. ഇപ്പോൾ AI സെക്യൂരിറ്റി, AI റെഡ് ടീമിംഗ് എന്ന് പറയുന്ന സർവീസാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് AI നമ്മളിപ്പോൾ കാണുന്നുണ്ട്, AIക്ക് നമ്മുടെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അറിയാം. നോർമൽ AI അല്ല, കമ്പനീസ് അവരുടെ ഇൻറ്റേർണൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന AIസിൽ അതിനെ കറക്റ്റായിട്ടല്ല ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈവൻ നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ ഒരാൾക്ക് കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്താൽ പുറത്തേക്ക് പോകാനായിട്ട് പറ്റും. സോ അത് വരാതിരിക്കാൻ AI കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്, AI ഓവറോൾ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നതാണ് നമ്മുടെ AI റെഡ് ടീമിംഗ് എന്ന് പറയുന്ന സർവീസ്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനീസാണ്. സോ അവർ ഫോളോ ചെയ്യുന്നൊരു പാത്ത് വേ ഉണ്ട്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയും. സോ അതിലേക്ക് നമ്മൾ സെക്യൂരിറ്റിയും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, സെക്യൂർ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്നൊരു കൺസെപ്റ്റിലേക്ക് അവരുടെ പ്ലാനിങ് മുതൽ ഡിപ്ലോയിങ് വരെയുള്ള ഓരോ സ്റ്റേജിലും സെക്യൂരിറ്റി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കും. സോ അത് കുറച്ചും കൂടി അവർക്ക് ടൈം സേവിങ് ആണ്. ലാസ്റ്റ് നമ്മൾ സൈബർ സെക്യൂരിറ്റി ചെയ്യുമ്പോൾ എപ്പോഴാണെങ്കിലും ഇത് പൊളിച്ചകത്ത് കയറി ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലാതെ അവർക്ക് ഓരോ സ്റ്റേജിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതിനെ പിന്നെ അവരുടെ ഓരോ അപ്ഡേഷന് വേണ്ടി ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് വരുമ്പോഴും നമ്മുടെ ഇതേ സെയിം പ്രോസസ് അവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് വരും. റെഡ് ടീമിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഓവറോൾ സെക്യൂരിറ്റി അസസ്മെൻ്റ് ആണ്. അതായത് ഈവൻ ഫിസിക്കൽ സെക്യൂരിറ്റി മുതൽ അവരുടെ സൈബർ സ്പേസിൻ്റെ സെക്യൂരിറ്റി വരെ. നമുക്കൊരു ഓഫീസിലേക്ക് ഒരു ഔട്ട്സൈഡറായി എനിക്ക് ഓഫീസിലേക്ക് കയറി പോകാൻ പറ്റുന്നുണ്ടോ, അവിടെ ആൾക്കാരുമായിട്ട് എനിക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതുൾപ്പെടെ എനിക്ക് എംപ്ലോയീസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നതുൾപ്പെടെ പോയിട്ട് അൾട്ടിമേറ്റ്ലി ആ ഒരു ബിസിനസ്സിൻ്റെ ഓവറോൾ സെക്യൂരിറ്റി നമ്മൾ അസസ് ചെയ്യുന്നതാണ് നമ്മുടെ റെഡ് ടീമിംഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്ഡ് ഇതുകൾ. ബാക്കിയുള്ളത് പർണബിലിറ്റി അസസ്മെൻറ്റ്, പെനിട്രേഷൻ ടെസ്റ്റിംഗ് നമ്മൾ എല്ലാത്തിൻ്റെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഴ്സ് കോഡ് റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ കംപ്ലയൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ISO 2700 പോലെ PDPL, PDPA പോലെയുള്ള പുറത്തെ രാജ്യങ്ങൾ GDPR കംപ്ലയൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കംപ്ലയൻസ് സൈഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈവൻ ഒരു കോർപ്പറേറ്റ് സൈബർ സെക്യൂരിറ്റി പരമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ പോലും ആ തരത്തിലും നമ്മൾ ചെയ്യുന്നു. നിങ്ങളുടെ ബിസിനസ് സംരംഭകരായിട്ടുള്ള നമ്മുടെ ഓഡിയൻസിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും? ബിസിനസ്സുകാരേക്ക് വരുമ്പം സൈബർ സെക്യൂരിറ്റി ഈസ് എ മസ്റ്റ് എന്ന് പറയും. കാരണം നമുക്ക് എപ്പോഴും വേഴ്സ് തിങ്സ് വിൽ ഹാപ്പൻ. സോ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. സോ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. സോ അതിന് സൈബർ സെക്യൂരിറ്റി ആവശ്യമുണ്ട്. അതിനൊരു എന്തെങ്കിലും വേഴ്സ്റ്റായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കപ്പ് പ്ലാൻ നമ്മളെപ്പോഴും സെറ്റ് ചെയ്യണം. പിന്നെ എല്ലാം സ്വന്തമായിട്ട് ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മുടെ സ്പെഷ്യലൈസേഷൻ സൈബർ സെക്യൂരിറ്റി അല്ല എങ്കിൽ നമ്മുടെ സൈബർ സെക്യൂരിറ്റി കാര്യങ്ങൾക്ക് എക്സ്പേർട്ട് ഒപ്പീനിയൻസ് നമ്മൾ എടുക്കുക. അതിനൊരു എക്സ്റ്റേണൽ എൻറ്റിറ്റി എപ്പോഴും എല്ലാവരും പ്രിഫർ ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെബി ആണെങ്കിൽ, നമ്മുടെ RBI ആണെങ്കിൽ പോലും നമ്മുടെ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനോട് പറഞ്ഞിരിക്കുന്ന ഇയർലി വൺസ് എങ്കിലും ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റിയെ കൂടി ചെയ്യിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. സോ ആ രീതിയിൽ ഉള്ള കാര്യങ്ങൾ എക്സ്റ്റേണൽ എൻറ്റിറ്റിയെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. സെക്യൂരിറ്റി പോളിസീസ് എനേബിൾ ചെയ്യുക. കംപ്ലൈൻറ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. എംപ്ലോയീസ് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്ന അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പെൻഡ്രൈവ് കിട്ടിയാൽ അത് ഇത് ചെയ്യുക, കുത്താതിരിക്കുക. സോ അതിനൊരു നമ്മുടെ ആക്സസുകൾ ഇപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആക്സസുകൾ മതിയായിരിക്കും. പക്ഷെ നമ്മളൊരു എളുപ്പത്തിന് വേണ്ടി എല്ലാവർക്കും എല്ലാ ആക്സസും കൊടുക്കും. സോ അങ്ങനെ കൊടുക്കാതിരിക്കുക, ആക്സസ് ലിമിറ്റഡ് ആക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞൊരു ടോപ്പിക്ക് തന്നെയാണ്, ഒരു വൺ ടൈം ആക്ടിവിറ്റി അല്ല, റെഗുലറായിട്ട് സെക്യൂരിറ്റി അസസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സെക്യൂരിറ്റി പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക. സോ ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എക്സ്പേർട്സ് ഉണ്ട്, കോൺടാക്ട് ചെയ്യുക, കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുക. താങ്ക് യു. വളരെ ഞാൻ താങ്ക് യു.